മീഡിയ വൺ, മുക്കാൽ മീഡിയ, ഈ ചാനൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ജനസ്വാധീനമുള്ള, ഏറ്റവും ജനങ്ങൾക്ക് പ്രിയപ്പെട്ട വനിതാ നേതാവിനെ ആകെ മോശപ്പെടുത്താൻ വേണ്ടി നിരന്തരം ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഒരു വൃദ്ധയ്ക്ക്, ദേവു എന്ന് പറയുന്ന ഒരു വൃദ്ധയായ അമ്മയ്ക്ക് 5000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്ത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു സ്ത്രീ, ആ മുഖം കാണാത്ത ഒരു സ്ത്രീ നടന്നു പോകുന്നു, കാശ് കൊടുക്കുന്നു, എന്നിട്ട് ശോഭയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് അടുത്തുകൂടെ നടന്നു പോകുന്നു, വണ്ടിയെ കയറുന്നൊന്നുമില്ല. ഇതൊക്കെ മതിലിനപ്പുറത്ത് വെച്ച് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താണെന്നൊക്കെ കട്ട് ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യം. ഇതിപ്പോൾ നമുക്ക് നാളെ നമ്മളൊരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതായത് ഇത്തരം ഒരു സംഭവം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടും ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇറക്കി ഒരു നാടകം നടന്നു. ആ നാടകം സ്ഥാനാർത്ഥി അത് അവഗണിച്ചതുകൊണ്ട് നടന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ ഓപ്പറേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ നാളെ നടത്തുന്നുണ്ട്. ഏതായാലും അതുപോലെ തന്നെ വളരെ പ്ലാൻ ചെയ്ത് ഈ സ്ത്രീയെ ഇറക്കി അവർ വന്ന് ചെയ്യുന്നു. എന്നിട്ട് ഈ അമ്മയുടെ പക്കൽ കയ്യിൽ 5000 രൂപ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതില്ല. 5000 കാണുന്നില്ല, മടക്കി വെച്ച് 5000 എന്ന് പറയുന്നു, നോട്ട് കാണിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കൊടുത്തതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പൈസ കൊടുത്തിട്ട് പോകുന്ന സ്ത്രീയുടെ കൂടെ വരുന്നത് കോൺഗ്രസ് നേതാവാണ്. അതെ. അപ്പോൾ ഇതിങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വാർത്ത ഉണ്ടാക്കുക, ഇതിങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആദ്യം പാലക്കാട്ടെ മാധ്യമങ്ങളുടെ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ വണ്ണിൻ്റെ ലേഖകനായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മീഡിയ വണ്ണിൻ്റെ ആളുകൾ അത് പ്ലാൻ ചെയ്തു. അങ്ങനെ അവരത് പ്ലാൻ ചെയ്ത് പൊലിപ്പിച്ചെടുത്തു, സകല മാധ്യമങ്ങളും ഏറ്റെടുത്തു.